ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം പിരിച്ചുവിടണം എന്ന് തീരുമാനമെടുത്തത് മഹാത്മാഗാന്ധിയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറ്റവും നല്ല ബിസിനസ് എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി അന്നേ കണ്ടുപിടിച്ചുള്ള ആൾ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ദേശദ്രോഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണം. തകർന്നടിഞ്ഞ ഒരു തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ് ഈ ആലപ്പുഴ. പലരും പറയാൻ മടിക്കുന്ന ആ ഭയക്കുന്ന സത്യങ്ങളുമായി നമ്മൾ കിഷോർ ബാബു സാറിനോടൊപ്പം വീണ്ടും തുടരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മൾ രാഹുൽ ഗാന്ധിയിൽ നിന്നാണ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ പാർട്ടില്. രാഹുൽ ഗാന്ധിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത്രത്തോളം ഒരു കുടുംബാധിപത്യം ഇപ്പോഴും കോൺഗ്രസ് കൈവിടിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് ഉയർത്തിക്കാട്ടാൻ വേണ്ടി നല്ലൊരു കഴിവുള്ള ഒരു നേതാവും ഇല്ലതാനും. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ വിടാതെ പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ രാജഭരണം ഡിനാസ്റ്റി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചരിത്രപരമായി നിലനിൽക്കുന്നത് ബ്രിട്ടനിലാണ്, UK-ലാണ്. പക്ഷേ അതെല്ലാം സിംബോളിക്കാണ്. എലിസബത്ത് രാജ്ഞി അതൊരു രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ഒരു സിംബോളിക്കാണ്. പക്ഷേ ഇപ്പുറത്ത് പാർലമെൻറ്റുണ്ട്, അതിനൊരു പ്രധാനമന്ത്രിയുണ്ട്, മെമ്പർ ഓഫ് ക്യാബിനറ്റ്സ് ഉണ്ട്. അവരാണ് രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നത്. അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തത് അവർ താമസിക്കാനുള്ള സൗകര്യമെല്ലാം കൊടുത്ത് ദയവ് ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഫാമിലികളിലെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മക്കളുടെ മക്കളും ഒക്കെ വരും. ഇപ്പോൾ 21 വയസ്സായി കഴിഞ്ഞാൽ പ്രേമിക്കുക ഇലക്ഷൻ മത്സരിക്കും. അവരേതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റി സർക്കാർ ചെലവിൽ മാറ്റി പാർപ്പിച്ച് ഏതെങ്കിലും വണ്ടിയും വെള്ളവും അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ദയവ് ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നൊരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നാണല്ലോ എന്തായാലും ഇത് വന്നത്. ബ്രിട്ടീഷ് റൂൾ നമുക്ക് വീണ്ടും തുടരാം, നിങ്ങൾ ഇപ്പുറത്തോട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈനംദിനം നടക്കുന്ന മനുഷ്യനെ മടിപ്പിക്കുന്ന പ്രസംഗങ്ങളും വിവരമില്ലായ്മയുടെ ഘോഷയാത്ര അവസാനിപ്പിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്നൊക്കെ നല്ലൊരു നിലപാടായിരിക്കും. ഞാനൊരു കാര്യം കൊണ്ട് സൂചിപ്പിച്ച് ആ സബ്ജക്റ്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം പിരിച്ചുവിടണം എന്ന് തീരുമാനമെടുത്തത് മഹാത്മാഗാന്ധിയാണ്. ബിക്കോസ് ദ വെരി പർപ്പസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ഇന്ത്യ വാസ് ടു അറ്റൈൻ ദ ഫ്രീഡം. രാജ്യം സ്വാതന്ത്ര്യം കിട്ടുക, ഉസ്കെ ബാദ് ചോട് ദീജിയെ ഭയ്യ. അതിനുശേഷം ഇത് പിരിച്ചുവിടാൻ അഭ്യർത്ഥിച്ചത് മഹാത്മാഗാന്ധിയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറ്റവും നല്ല ബിസിനസ് എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി അന്നേ കണ്ടുപിടിച്ചുള്ള ആൾ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ചെയ്തിട്ടുള്ള അട്രോസിറ്റീസിൻ്റെ പരമ്പര ഞാൻ സൂചിപ്പിച്ചു. കൊക്കോ ഐലൻഡ് മയമറിൽ നിന്ന് കൈമാറാതെ മയമറെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമത് വന്നത് മയമറിൽ നിന്ന് നേരെ ചൈനയ്ക്ക് ലീസൗട്ട് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കൊക്കോ ഐലൻഡിൻ്റെ സിറ്റുവേഷൻ, it's a part of the sovereign country of Republic of China. സ്വാതന്ത്ര്യം കിട്ടിയതിന് 100 വർഷമാണ്. അന്ന് ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ദേശദ്രോഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണം. അതിനെ അന്വേഷണത്തിന് വിധേയമാക്കണം. തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കെട്ടിച്ചമച്ച ഡൈനാസ്റ്റിക് കഥകൾ അഴിച്ചിടാനുള്ള നേതൃത്വപരമായ തീരുമാനം NDA ഗവൺമെൻറ് തീരുമാനിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്. തീർച്ചയായും സാറിൻ്റെ നമ്മൾ ദേശീയ കാര്യങ്ങളും ഇപ്പോൾ കുറച്ചൊക്കെ സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് സാറിൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലേക്ക് തിരിച്ചു വരാം. ആലപ്പുഴ എന്ന് പറയുമ്പോൾ കിഴക്കിൻ്റെ വെനീസ് ഒക്കെ എന്നറിയപ്പെടുന്ന വളരെ പുറം രാജ്യങ്ങളിൽ പോലും അത്രത്തോളം പ്രശസ്തമായിട്ടുള്ള ഒരു ജില്ലയാണ്. ടൂറിസ്റ്റുകാരെല്ലാം വളരെ ഇഷ്ടത്തോടെ നോക്കിക്കാണുന്നത്. എന്നാൽ അവിടുത്തെ വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ കാര്യങ്ങൾ എടുത്താൽ ഒരു മഴ പെയ്താൽ അവിടുത്തെ മുങ്ങുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ ടൂറിസം ആണെങ്കിലും വേണ്ട വിധത്തിലൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. വികസനവും വളരെ നല്ല രീതിയിലൊന്നും അവിടെ ചെന്ന് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ സ്വന്തം നാടാണല്ലോ, അപ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ വീട് ഹരിപ്പാടാണ്.
ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മുല്ലയ്ക്കൽ അമ്പലമാണ്. മുല്ലയ്ക്കൽ ചെറപ്പ് 10 ദിവസം തന്നെ നിൽക്കുക ഉത്സവം. അപ്പോൾ ആലപ്പുഴയുള്ള ബന്ധുവീടുകളിൽ പോവുക. എൻ്റെ അമ്മയുടെ സഹോദരൻ ആലപ്പുഴയിലെ വലിയ പ്രസിദ്ധനായ ഒരു അഭിഭാഷകനായിരുന്നു, അഡ്വക്കേറ്റ് ടി ഡി കവിരാജൻ. അദ്ദേഹം CPIയുടെ നേതാവായിരുന്നു. ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി ഇസ്കസിൻ്റെ ആദ്യത്തെ പ്രഥമ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു. അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റഷ്യയിൽ പോകുന്ന ഒരു അത്ഭുത ജീവിയെ പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി 6 മാസം സ്കൂളിൽ പോകും, റഷ്യയിലെ ക്ലാസ്സുകൾക്കും പഠനങ്ങൾക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഉണ്ട്. അവിടെ പോയി താമസിക്കും. ചെറുപ്പുത്സവം കാണും, നടക്കും. ആലപ്പുഴ നഗരം വശ്യമായ സൗന്ദര്യമുള്ള, ഒരിക്കലും പ്രണയം നഷ്ടപ്പെടാത്ത, അതിമനോഹരമായ, ലോകത്തെ എവിടെ പോയാലും ഒരു പ്രഭാതത്തിൽ ആലപ്പുഴയിൽ കൂടെ ഒന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. എന്റെയൊക്കെ ചെറുപ്പത്തിലും ആലപ്പുഴ, കുട്ടനാട് എന്നൊക്കെ പറയാൻ ഭയങ്കര കൗതുകമുള്ള ഒരു അതെ സ്ഥലമാണ്. അതെ. അതിൻ്റെ കാരണം ഞാൻ വർഷങ്ങളായി ഈ രാവിലെ പ്രഭാത നടത്തം ഒരു ചിട്ടയായി തുടരുന്ന ഒരാളാണ്. ആലപ്പുഴയിൽ പോയി ഞങ്ങൾ നടക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സഹോദരൻ അഡ്വക്കേറ്റ് ടി ഡി കവിരാജൻ, എൻ്റെ മകൻ അഡ്വക്കേറ്റ് കൃഷ്ണൻ കവിരാജനുണ്ട്. എൻ്റെ കൂടെ നടക്കാൻ കൂടുമ്പോൾ ഞങ്ങളൊരു സ്പോട്ടിൽ പോയി വണ്ടി പാർക്ക് ചെയ്യും, അവിടെ നടക്കാൻ പോകും. നടക്കുമ്പോൾ നമുക്കൊരു മണം ഫീൽ ചെയ്യും, അന്തരീക്ഷത്തിനൊരു മണമുണ്ട്. അത് ഏലത്തിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും വശ്യമായൊരു മണമാണ്. അത് രാവിലെ ഈ മഞ്ഞ് ഇങ്ങനെ ആ പ്രഭാതത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോഴത്തേക്കും നടന്നു. അത് നമ്മുടെ ബോഡി, അവർ മൈൻഡ് ആൻഡ് സോൾ ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈസ് എന്നൊക്കെ പറയത്തില്ലേ. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ലോകത്ത് ഒരിടത്ത് കിട്ടുന്നതല്ല ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ മൂന്നാറിലും കിട്ടത്തില്ല, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ ഇടുക്കിയിലും കിട്ടത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടകശാലകളെന്ന് പറയും, സ്റ്റോക്ക് യാർഡ്സ്, വെയർ ഹൗസസ്. ഈ പണ്ട് കെട്ടുവള്ളങ്ങളിൽ മലമ്പ്രദേശങ്ങളിൽ നിന്ന് ആലപ്പുഴയുടെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന മലച്ചരക്ക് പ്രോഡക്റ്റുകളാണിത്. ഇവരിങ്ങനെ കെട്ടായി വയ്ക്കും. വല്ലപ്പോഴും ഒരു കപ്പൽ ആലപ്പുഴയുടെ തീരത്തെടുക്കും. ആലപ്പുഴയുടെ തീരത്ത് ഇത് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വരുന്ന കപ്പലുകൾക്ക് എടുക്കാനായിട്ടുള്ള കടൽപ്പാലം ഉണ്ടായിരുന്നു. ഈ കടൽപ്പാലത്തിലൂടെ തലച്ചുമടായിട്ട് കടലിൻ്റെ ഒരു പരിധിവരെ ഉള്ളിലേക്ക് നടന്നിട്ട് അവിടെ നിന്ന് ചങ്ങാടത്തിൽ കയറ്റി പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡായിരുന്നു പണ്ട് കാലത്തുണ്ടായത്. പിന്നീട് കൊച്ചി കപ്പൽശാല വികസിച്ചപ്പോൾ ഇവിടെ നിന്ന് ബൈ റോഡും ബൈ വാട്ടർവേസിലും അത് കൊണ്ടുപോയി. അത് പിന്നീട് കാലം കഴിയുമ്പോഴേക്കും. പക്ഷെ ഞാൻ പറയാൻ വന്നത്, അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമുണ്ടായിരുന്ന ആലപ്പുഴ നഗരം ഇന്നതൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ മണമെന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ ഏരിയയിലേ ഉള്ളായിരുന്നു. പക്ഷേ അത് മുഴുവൻ ആലപ്പുഴ നഗരം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു സ്മെല്ലായിരുന്നു, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു മണം. അതില്ലെന്ന് എന്താ പറയുന്നത്, തകർന്നടിഞ്ഞ ഒരു തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ് ഇന്ന് ആലപ്പുഴയ്ക്കുള്ളത്. അതിൻ്റെ കാരണം കാലാകാലങ്ങളായി കേരളത്തിലെ അതിരൂക്ഷമായ രാഷ്ട്രീയ അതിപ്രസരം എന്ന് പറയും, ട്രേഡ് യൂണിയനിസം. കയർ മേഖലയിലും കാർഷിക മേഖലയിലും അതിവികൃതമായ അതിരൂക്ഷമായ ട്രേഡ് യൂണിയനിസം അവിടുത്തെ ദൈനംദിന ജീവിതത്തെ വളരെ മോശകരമായി ബാധിച്ചു. അതിൻ്റെ നിരവധി കൊലപാതകങ്ങളുണ്ടായി. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സ്റ്റോക്കുകളുടെ മുതലാളിമാർ എന്ന് പറയുന്നവരെ കത്തിക്കിരയാക്കി തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധഭൂമിയായിരുന്നു ഏതാണ്ട് 80-85 ആ കാലഘട്ടങ്ങൾ. അപ്പോൾ ആ കൾച്ചർ മാറി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു തനതായ വ്യവസായം വികസിച്ചെടുക്കാനോ അതിനൊരു പുനരുദ്ധാരണം നടത്താനോ ഒന്നും രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഈ റീലുകൾ ഇടുന്നത് പോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ച് ഉപരിതലത്തിൽ നിന്ന് ആളുകളുടെ മനസ്സ് കീഴടക്കി ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവരുടെ മനസ്സിലേക്ക് കടന്നു കയറി അതിനുശേഷം പറന്നുപോയി പിന്നീട് 5 വർഷം കടന്നു കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്ന ഒരു വേഴാമ്പൽ പക്ഷികളെ പോലുള്ള രാഷ്ട്രീയ നേതൃത്വമായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നത്. അതിൻ്റെ അപചയമാണ്. നിങ്ങൾക്കറിയോ ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറയുന്ന പദ്ധതി? ഇപ്പോഴത്തെ ആലപ്പുഴ MP ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ മന്ത്രിയായിരിക്കുമ്പോൾ അതേ പറയുന്നത് ശ്രമിച്ചു എന്നാണ്. എന്ത് ശ്രമിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കല്ല്, ഒരു 40 mm ഒരു ലോഡ്, ട്രക്ക് ലോഡ് കല്ല് പോലും ആ റോഡിൽ ഇടാൻ പറ്റിയില്ല.
മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടി വന്നു ആലപ്പുഴയിൽ ഒരു ബൈപ്പാസ് വരാൻ. ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ കരുതലുണ്ട്. സോ ദ സൊല്യൂഷൻ ഈസ് എ ചേഞ്ച് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ലെഫ്റ്റ് റൈറ്റ്, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ UDF LDF ആ കൾച്ചറിൽ നിന്ന് മാറി കേരളത്തിൽ ഒരു UDF LDF ബദലായി NDA ലീഡർഷിപ്പിന് പവറിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ യു വിൽ സീ ദി മിറാക്കിൾസ്.